ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഫിയുടെ റെസിപ്പിയാണ്. നമുക്ക് ഒരുപാട് പഴുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ബനാന ബർഫി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3/4 കപ്പോളം ശർക്കര ഇതുപോലെ ചീകിയെടുത്തത് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുകയാണ്. ശർക്കര എല്ലാം നല്ലപോലെ ഒന്ന് അലിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്, അതായത് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്യിൽ നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ്. വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. നല്ല പോലെ തന്നെ ഒരു 1-2 മിനിറ്റ് നമ്മൾ ഇതേ രീതിയിലൊന്ന് ഇതിനെ സോട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതേ രീതിയിലായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ റവ കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മളൊരു 1-2 മിനിറ്റ് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. റവ കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം നെയ്യിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതേ രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സ്റ്റേജിലായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നന്നായിട്ട് പഴുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴം ഇതേ രീതിയിലൊന്ന് പ്യൂരി ആക്കി എടുത്തതാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ പ്യൂരി ആക്കി എടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് തിക്കായിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ പാനിൽ നിന്നും വിട്ടു വരുന്നൊരു പരുവാകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു അരിപ്പയിലൂടെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. വളരെ പതുക്കെ ഈ ഒരു ശർക്കരപ്പാനിയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഞാൻ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചെറിയൊരു ഫ്ലേവറിനും ചെറിയൊരു കളറിനും കൂടെ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ബദാം മിക്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബദാം മിക്സ് ആകുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ 2-3 ഡ്രോപ്പ് ബദാം മിക്സും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബദാം മിക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ബദാം മിക്സ് ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏലക്ക പൊടിച്ചും കൂടെ കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഫുഡ് കളറൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഏലക്ക പൊടിച്ചത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ബദാമും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ആണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് നന്നായിട്ട് തൂവി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ബനാന ബർഫിയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പുള്ള പാത്രത്തിലും വെച്ചിട്ടും ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ സ്ക്വയർ ആണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിൽ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ രീതിയിൽ നല്ല പോലെ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതൊരു 1-2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നമുക്കൊരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാതെ സ്പൂൺ വെച്ചിട്ട് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 1-2 മണിക്കൂർ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. നമ്മുടെ ബനാന ബർഫി ഞാനൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു തണുപ്പോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഒരുപാട് കറുത്ത് പോയി കഴിഞ്ഞാലൊക്കെ കുട്ടികൾ ആരും കഴിക്കാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഫിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്